രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറിട്ടോ. ഉച്ചയ്ക്കുള്ള ചോറിനുള്ള അരി കഴുകി നേരെ അടുപ്പിലേക്ക് വെച്ചു. കാരണം ഇന്ന് എനിക്ക് 2 ജോലികളുണ്ട്. വേറൊന്നുമല്ല, ചെമ്മീനും നങ്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും ക്ലീൻ ചെയ്യണം. കല്യാണം കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ഈ ചെമ്മീൻ കഴിക്കാൻ തുടങ്ങിയതും ക്ലീനാക്കാൻ പഠിച്ചതുമൊക്കെ. ചെമ്മീൻ റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയൂണിന് ചെമ്മീൻ റോസ്റ്റ് ആക്കാമെന്ന് കരുതി ഒരുവിധം അങ്ങനെ ചെമ്മീൻ ക്ലീനാക്കി കഴിഞ്ഞിട്ടോ. ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി ഈ ഒരെണ്ണമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി അതങ്ങ് മാറ്റി വെച്ചു. അടുത്ത താരത്തെ പുറത്തെടുത്തു കേട്ടോ. നങ്കാണ്, ചെറിയ നങ്കാണ് കേട്ടോ ഇത്തവണ കിട്ടിയത്. നങ്ക് എന്തായാലും കറി വെക്കാമെന്ന് കരുതി. പക്ഷേ ഒരു മീൻ വറുത്തതില്ലാതെ എനിക്ക് ചോറങ്ങ് ഇറങ്ങില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വറക്കാനും കുറച്ച് കറിക്കുമായിട്ട് മാറ്റി. വറക്കാനുള്ള നങ്കിൽ കൈയോടെ മസാല പുരട്ടി അതും അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. കൈയോടെ പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടോ. റോസ്റ്റിനുള്ളതും മീൻകറിക്കുള്ളതെല്ലാം ഒരുമിച്ച് അങ്ങ് അരിഞ്ഞു മാറ്റി വെച്ചു. ആദ്യം തന്നെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടോ. അങ്ങനെ എണ്ണ ഒഴിച്ചതേ ചെമ്മീൻ ഇട്ടു. തൊട്ടപ്പുറത്ത് തന്നെ മീൻകറിക്കുള്ള ചട്ടിയും വെച്ച് സവോള ഇട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറി നങ്കുകറിയാണ്. സവോള ഒന്ന് വാടി വന്നപ്പോഴേക്കിനും അരച്ചു വെച്ച മസാല അങ്ങോട്ട് ഇട്ടു കേട്ടോ. മസാലയിലെ എണ്ണ തെളിയുമ്പോഴേക്കിനും ആ മിക്സിയും കൂടി കഴുകി വെള്ളം ഒഴിച്ചു. പിന്നെ അരപ്പൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അരപ്പ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിടാം. മീനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മീൻ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ എന്തായാലും മീൻ കറി റെഡി. ആ സമയം കൊണ്ട് ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ചെമ്മീനെല്ലാം കോരി മാറ്റി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ നങ്ക് വറക്കാനും വേണ്ടി വെച്ചിട്ടോ. എല്ലാം ശടപടേന്നായിരുന്നു. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി സവാളയൊക്കെ ഇട്ട് വഴറ്റി മസാല റെഡിയാക്കി കേട്ടോ. ആ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മസാലയായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തട്ടിപ്പൂട്ടി മാറ്റി വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ നങ്ക് ഫ്രൈ റെഡി ആയിട്ടോ. അങ്ങനെ ഫ്രൈ ഒക്കെ എടുത്തു മാറ്റി. ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലെ വെള്ളമൊക്കെ പറ്റി നല്ല കിഡുമായിട്ടുണ്ടായിരുന്നു. ഇനിയാണ് മെയിൻ താരം കുരുമുളക് പൊടി. എനിക്ക് നല്ല എരിവിൽ ചെമ്മീൻ റോസ്റ്റ് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ആവശ്യത്തിലേറെ കുരുമുളക് പൊടി എടുത്ത് വാരി വിതറിയിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും റെഡി. ഇതൊന്നും കൂടാതെ ഉച്ചയ്ക്ക് ഊണിന് ഇന്നലത്തെ കക്ക ഇറച്ചിയും ബീൻസ് മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു ഉഗ്രൻ ഊണ് കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബായ്.